മക്കളെ ഒരാഴ്ച ജിമ്മിന് പോയ ഫീലിംഗ് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടും. അതിന് കാരണം ഇന്ന് നമ്മൾ ഒരു ചെറിയ അഡ്വാൻസ്ഡ് ലെവലുള്ള ഒരു പാരഗ്രാഫാണ് വായിക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ തിരിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ കണ്ടോ, ഈ ചെറിയ ചെറിയ വേർഡ്സുകൾ പോലും എന്റെ വലുപ്പത്തിൽ കാണാൻ കഴിയും. പോലെ തുടങ്ങാം. ഗവൺമെന്റ് അനൗൺസസ്, സർക്കാർ പ്രഖ്യാപിക്കുന്നു. ഇതാ കണ്ടോ, അനൗൺസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഖ്യാപിക്കുന്നു എന്നാണ്. എന്ത്? കീ മെഷേഴ്സ്. കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രധാന, മെഷേഴ്സ് എന്ന് പറഞ്ഞാലോ നടപടികൾ. അപ്പൊ എന്തായി? സർക്കാർ പ്രധാന നടപടികൾ പ്രഖ്യാപിക്കുന്നു. എന്തിന്? അതുകൊണ്ട് കണ്ടോളി. ടു കേർബ്. കേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയന്ത്രിക്കുക. ഇതൊക്കെ എഴുതി വെച്ചോ മക്കളെ, പുതിയ വേർഡുകളാണ്. അപ്പൊ ഇതിന് മുന്നേ ടു വന്നു. എന്തായി? ടു കേർബ്, നിയന്ത്രിക്കാൻ. അല്ലേ? എന്ത് നിയന്ത്രിക്കാൻ? പ്രൈസസ്, വിലകൾ. വിലകൾ നിയന്ത്രിക്കാൻ സർക്കാർ പ്രധാന നടപടികൾ പ്രഖ്യാപിക്കുന്നു എന്നായി. അത് മാത്രമല്ല, ആൻഡ് അതുപോലെ തന്നെ ഈസ്. മക്കളെ, ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു കൊണ്ടുവരിക എന്നാണ്. കുറച്ചു കൊണ്ടുവരിക. എന്ത്? ബേർഡൻ. ബേർഡൻ എന്ന് പറഞ്ഞാലോ ഭാരം. തലയിൽ ചുമന്നുകൊണ്ട് പോകുന്ന ഭാരമല്ല കേട്ടോ, മനസ്സിന്റെ ഭാരം. അല്ല, മനസ്സിന്റെ ഭാരം അതാണ്. അപ്പൊ എന്തായി? ഭാരം കുറച്ചു കൊണ്ടുവരാനും അതുപോലെ തന്നെ വിലകൾ നിയന്ത്രിക്കാനും സർക്കാർ പ്രധാന നടപടികൾ പ്രഖ്യാപിക്കുന്നു എന്നാണ് ഈ ഒരു ഹെഡിങ്ങിന്റെ അർത്ഥം. അപ്പൊ ഹെഡിങ് ഓക്കെ ആണല്ലോ? ഓക്കെ ആയി. പോരി. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പാരഗ്രാഫിന്റെ പ്രധാനപ്പെട്ട മെസ്സേജിലേക്ക് പോവാം. എമിഡ്. എമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയിൽ. ഗ്രോയിങ്, വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്തായി? എമിഡ് ഗ്രോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ. എന്ത്? കണ്ടോളി, കൺസേൺസ്. കൺസേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശങ്കകൾ. അപ്പൊ ഇവിടുന്ന് ഇവിടെ വരെ വായിക്കുകയാണെങ്കിലോ, കണ്ടോളി, എമിഡ് ഗ്രോയിങ് കൺസേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശങ്കകൾ വളർന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിന്നായി. ഇപ്പൊ നിങ്ങൾക്കൊരു ആശങ്ക ഉണ്ട് വിചാരിക്കാം. ഉണ്ടെങ്കിൽ അത് എന്തിനെങ്കിലും കുറിച്ചായിരിക്കുമല്ലോ. ഇവിടെ അങ്ങനെ തന്നെയാണ്. ഓവർ, കുറിച്ച്. ഓവർ എന്ന് കഴിഞ്ഞാൽ മുകളിൽ എന്നല്ല അർത്ഥം. അതെ, ഓവർ എന്ന് പറഞ്ഞ വേർഡിന് അത് മാത്രമല്ല, കുറിച്ച് എന്നുള്ള അർത്ഥം കൂടി ഉണ്ട്. ഓക്കെ, ഇനി എന്തിനെ കുറിച്ച്? റൈസിങ് പ്രൈസസ്. മക്കളെ, റൈസിങ് പ്രൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന വിലകൾ എന്നാണ്. വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന വിലകൾ. ഇനി ഇവിടുന്ന് ഇവിടെ വരെ വായിച്ചു നോക്കൂ. കണ്ടോളൂ, എമിഡ് ഗ്രോയിങ് കൺസേൺസ് ഓവർ റൈസിങ് പ്രൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന വിലകളെ കുറിച്ചുള്ള ആശങ്കകൾ വളർന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിന്നായി. എന്താ അല്ലേ? ഇപ്പൊ ഒരു ദിവസം ജിമ്മിന് പോയ ഫീൽ കിട്ടിയോ? കിട്ടി. ഓക്കെ, അപ്പൊ ഒന്നുകൂടി വായിക്കുന്നതാണ്. വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന വിലകളെ കുറിച്ചുള്ള ആശങ്കകൾ വളർന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ സമയത്താണ് എന്ത് സംഭവിച്ചത്? ദ ഗവൺമെന്റ് ഹാസ് അനൗൺസ്ഡ്. ഇതുണ്ടോ, ദ ഗവൺമെന്റ് ഹാസ് അനൗൺസ്ഡ്. ഹാസ് അനൗൺസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്രഖ്യാപിച്ചു പോരെ. എന്തായി? ദ ഗവൺമെന്റ് ഹാസ് അനൗൺസ്ഡ് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ പ്രഖ്യാപിച്ചു. അല്ലേ? ഇതിനിടയിൽ സർക്കാർ പ്രഖ്യാപിച്ചു. എന്ത് പ്രഖ്യാപിച്ചു? കണ്ടോളി, സെവറൽ മെഷേഴ്സ്, നിരവധി നടപടികൾ. സെവറൽ, നിരവധി. മെഷേഴ്സോ, നടപടികൾ. അപ്പൊ എന്തായി? സർക്കാർ നിരവധി നടപടികൾ പ്രഖ്യാപിച്ചു എന്നായി. എന്തിനു വേണ്ടി? അതും കൂടി കണ്ടോളൂ. ടു ഈസ്. നമ്മൾ ഈസ് എന്ന് പറഞ്ഞ വേർഡ് ഇവിടെയും വായിച്ചു അല്ലേ? ഈസ് എന്ന് പറഞ്ഞാൽ കുറച്ചു കൊണ്ടുവരിക അല്ലേ? അപ്പൊ ടു എന്നല്ലോ, എന്തായി? കുറച്ചു കൊണ്ടുവരാൻ. എന്ത് കുറച്ചു കൊണ്ടുവരാൻ? ദ ബേർഡൻ. ബേർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരം എന്നാണ്. ഭാരം ഞാൻ പറഞ്ഞു, ആ ഭാരമല്ല കേട്ടോ, ആ ഭാരമല്ല. ഓൺ കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉപഭോക്താക്കൾ അല്ലേ? അപ്പൊ അതിന് മുന്നേ ഓൺ വന്നു അല്ലേ? ഓൺ കൺസ്യൂമേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഉപഭോക്താക്കളുടെ മേൽ എന്നർത്ഥം. മേൽ. ഇവിടെ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേൽ എന്നാണ്. അത് കാരണം അറിയോ? ഇവിടെ എന്താണ്? ബേർഡൻ ആണ്. ബേർഡൻ, ഭാരം. ഇത് മനസ്സിന്റെ ഭാരമാണ്. അല്ലാതെ ഇപ്പൊ ഞാൻ പറയാണ്, എന്ത്? 2 കുടുംബങ്ങളുടെ ഭാരമാണ് എൻ്റെ മേൽ. ഇതിനർത്ഥം ഞാൻ 2 കുടുംബങ്ങളെ ഇങ്ങനെ ഏറ്റിങ്ങനെ നടക്കുവാണ്? അല്ലല്ലോ, അല്ല, അത് പറയാണ്. അത് മനസ്സിന്റെ ഭാരം പറയാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ. എന്താണ്? ഉപഭോക്താക്കളുടെ മേലുള്ള ഭാരം കുറക്കാൻ സർക്കാർ നിരവധി നടപടികൾ പ്രഖ്യാപിച്ചു എന്നർത്ഥം. ഓക്കെ ആണോ? വളരെ ഓക്കെയാണ്. ഇനി നമുക്ക് അടുത്ത സെന്റൻസിലേക്ക് കടക്കാം മക്കളെ. ദ ന്യൂ ഇനീഷ്യേറ്റീവ്സ്. ദ ന്യൂ ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പുതിയ പദ്ധതികൾ എന്നാണ്. പുതിയ പദ്ധതികൾ ആർ എയിംഡ് ലക്ഷ്യമിടുന്നു. എന്താണ് ലക്ഷ്യമിടുന്നു? ഇവിടെ കണ്ടോ, ഇവിടെ കുറച്ച് കാര്യം മനസ്സിലാക്കണം. ഇതാ കണ്ടോളൂ, നമുക്കറിയാം ഈസ് എം ആറിൻ്റെ കൂടെ സാധാരണ ING ഫോം ആണ് വരാറ് ആണല്ലോ. പക്ഷേ ഇത് പാസീവ് വോയിസ് ആണ്. പാസീവ് വോയിസിൽ ഈസ് എം ആറിൻ്റെ കൂടെ വെർബ് തേർഡ് ഫോം ആണ് വരിക. അങ്ങനെ ഈസ് എം ആറിൻ്റെ കൂടെ വെർബ് തേർഡ് ഫോം വന്നു കഴിഞ്ഞാൽ അവിടെ നു ചെയ്യുന്നു എന്നർത്ഥം. അപ്പം എന്തായി? ഇതാ കണ്ടോളി, ദ ന്യൂ ഇനീഷ്യേറ്റീവ്സ് ആർ എയിംഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? പുതിയ പദ്ധതികൾ ലക്ഷ്യമിടുന്നു. എന്തില് ലക്ഷ്യമിടുമ്പോൾ എന്തിലെങ്കിലും ആയിരിക്കുമല്ലോ. ഇതാ കണ്ടോളി, ആക്ട്. അതുകൊണ്ടാണ് ആക്ട് ഉപയോഗിച്ചത്. എയിംഡ് ആക്ട്, ലക്ഷ്യമിടുന്നു. എന്തെന്ന് പറയുമോ? ബ്രിങ്ങിങ് ഡൗൺ. ബ്രിങ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുറച്ച് കൊണ്ടുവരിക എന്നാണ്. ബ്രിങ് ഡൗൺ, കുറച്ച് കൊണ്ടുവരിക. അപ്പം എന്തായി? ആക്ട് ബ്രിങ്ങിങ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു കൊണ്ടുവരുന്നതിൽ ലക്ഷ്യമിടുന്നു എന്നായി അല്ലേ. എന്ന് പറയാം, ദ ന്യൂ ഇനീഷ്യേറ്റീവ്സ് ആർ എയിംഡ് അറ്റ് ബ്രിങ്ങിങ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പുതിയ പദ്ധതികൾ കുറച്ചു കൊണ്ടുവരുന്നതിൽ ലക്ഷ്യമിടുന്നു. എന്ത് കുറച്ചു കൊണ്ടുവരുന്നതിൽ? അതുകൊണ്ട് കണ്ടോളി, ദ പ്രൈസസ്, വിലകൾ. വിലകൾ എന്തിൻ്റെ? ഓഫ് ഇസെൻഷ്യൽ ഗുഡ്സ്. മക്കളെ, ഇസെൻഷ്യൽ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആവശ്യ സാധനങ്ങൾ എന്നാണ്. ആവശ്യ സാധനങ്ങൾ അതാണോ? ഇസെൻഷ്യൽ, ആവശ്യ, ഗുഡ്സ്, സാധനങ്ങൾ. അപ്പം എന്തായി? ആവശ്യ സാധനങ്ങളുടെ വിലകൾ കുറച്ചു കൊണ്ടുവരുന്നതിൽ പുതിയ പദ്ധതികൾ ലക്ഷ്യമിടുന്നു എന്നർത്ഥം. ഓക്കെ ആയോ? ഇനി അതിന് മാത്രമല്ല, വിലകൾ കുറച്ച് കൊണ്ടുവരുന്നതിൽ മാത്രമല്ല ലക്ഷ്യമിടുന്നത്. എന്തിനൊക്കെയാണ്? കണ്ടോളി, ആൻഡ് അതുപോലെ തന്നെ എൻഷോറിങ്. എൻഷോർ എന്ന് പറഞ്ഞാൽ ഉറപ്പ് വരുത്തുക എന്നാണ്. അപ്പം ഉറപ്പ് വരുത്തുന്നതിലും ലക്ഷ്യമിടുന്നു. എന്ത് ഉറപ്പ് വരുത്തുന്നതിലും? ദ നീഡ്സ് ഓഫ് ഓർഡിനറി പീപ്പിൾ ആർ മെറ്റ്. ഇവിടെ ഉണ്ടോ? ഇവിടെ വളരെയധികം പ്രധാനപ്പെട്ട, അത്രയും പ്രധാനപ്പെട്ട ഒരു വാക്യമുണ്ട്. അതാണ് ഞാൻ അണ്ടർ ചെയ്യാം. കണ്ടോളി, ദ നീഡ്സ് ആർ മെറ്റ്. ഇത് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചോളൂ മക്കളെ. ദ നീഡ്സ് ആർ മെറ്റ്, ഇതൊരു പ്രയോഗമാണ്. ദ നീഡ്സ് ആർ മെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നു എന്നാണ്. എന്താണ്? ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നു. ഇതിനിടയ്ക്ക് കൊണ്ടുവന്നാണെന്ത്? ഈ ഓർഡിനറി പീപ്പിൾ എന്നായി. അപ്പം എന്തായി? ഓർഡിനറി പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർ എന്നർത്ഥം. ഓർഡിനറി പീപ്പിൾ, സാധാരണക്കാർ. അപ്പം എന്തായി? സാധാരണക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നു എന്നായി. ഓക്കെ ആണല്ലോ. ഇവിടെ നിന്ന് കണ്ടോളി, ദ നീഡ്സ് ഓഫ് ഓർഡിനറി പീപ്പിൾ ആർ മെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നു എന്നാണ്. നിറവേറ്റപ്പെടുന്നു. ഇനി ഇവിടെ നിന്ന് വായിക്കുമ്പോൾ എൻഷുറിങ് ദ നീഡ്സ് ഓഫ് ഓർഡിനറി പീപ്പിൾ ആർ മെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിലും ലക്ഷ്യമിടുന്നു എന്നായി. എന്ത്? ആ പുതിയ പദ്ധതികളെ. ഓക്കെ ആണല്ലോ. പെർഫെക്റ്റ്, വളരെ പെർഫെക്റ്റായി. ഇനി അടുത്ത വായിച്ചേക്കാം. ഒഫീഷ്യൽസ്. ഒഫീഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അധികൃതർ എന്ന് പറയാം. അധികൃതർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ എന്ന് പറയാം. ഉദ്യോഗസ്ഥർ. ഓക്കെ. അപ്പോൾ ഒഫീഷ്യൽസ് എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു. എന്ന് പറഞ്ഞു പറയോ? ദ മെഷേഴ്സ്, ഈ നടപടികൾ വുഡ് ഹെൽപ്പ്, സഹായിക്കും. ഈ നടപടികൾ സഹായിക്കും. ഓക്കെ. ഇവിടെ വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വില്ലിന് പകരം ഉപയോഗിച്ചാണ്. അപ്പൊ സാറേ എന്തുകൊണ്ട് ഇവിടെ വില്ല് ഉപയോഗിക്കാൻ കഴിയില്ല? നേരെ വില്ല് ഉപയോഗിച്ചൂടെ? ഇവിടെ വില്ല് ഉപയോഗിക്കാൻ പറ്റില്ല. എന്താ കാരണം അറിയോ? ഇവിടെ കണ്ടോ, സെഡ് ആ പാസ്റ്റിനെ കാണിക്കുന്ന വെർബ് ഉപയോഗിച്ചല്ലോ. അതുകൊണ്ടാണ് വില്ലിന് പകരം ഇവിടെ നമ്മൾ വുഡ് ഉപയോഗിച്ചത്. ഇനി ഇവിടെ സെ ആയിരുന്നെങ്കിലോ, SAY, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വില്ല് വന്നേനെ. ഓക്കെ. പക്ഷേ ഇവിടെ വുഡിനും വില്ലിൻ്റെ അതേ അർത്ഥമാണ്. അർത്ഥത്തിലൊരു മാറ്റമില്ല കേട്ടോ. അർത്ഥത്തിലൊരു മാറ്റമില്ല. അപ്പം എന്തായി? ഒഫീഷ്യൽ സെഡ്, ഉദ്യോഗസ്ഥർ പറഞ്ഞു. എന്ത് പറഞ്ഞു? ദ മെഷേഴ്സ് വുഡ് ഹെൽപ്പ്, ഈ നടപടികൾ സഹായിക്കും. എന്തിന്? കേർബ്, നിയന്ത്രിക്കാൻ സഹായിക്കും. എന്ത് നിയന്ത്രിക്കാൻ? ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ വിലക്കയറ്റം അല്ലേ. അപ്പോൾ വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഈ നടപടികൾ സഹായിക്കും എന്ന് ആരാ പറഞ്ഞ്? ഉദ്യോഗസ്ഥർ പറഞ്ഞു. അത് മാത്രമല്ല മക്കൾ, അത് മാത്രമല്ല, ആൻഡ് അതുപോലെ തന്നെ ബൂസ്റ്റ് എന്താ? വർദ്ധിപ്പിക്കുക അല്ലേ. വർദ്ധിപ്പിക്കുക. എന്ത്? എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച.
അപ്പം സാമ്പത്തിക വളർച്ച വർദ്ധിപ്പിക്കാനും ഈ നടപടികൾ സഹായിക്കുന്നതായി. അത് ഓക്കെയാണോ? പെർഫെക്റ്റ്, വെരി ഗുഡ്. അപ്പോൾ അത് ഓക്കെ കേട്ടോ. ഇതൊക്കെ ഒരു അഡ്വാൻസ്ഡ് ലെവലുള്ള എന്താണ് പാരഗ്രാഫാണ്. അതുകൊണ്ട് മക്കളെ ഒരു തവണയോ അല്ലെങ്കിൽ 2 തവണയോ കണ്ടുകൊണ്ട് ഒരു കാര്യമില്ല, ഒരു 5-6 തവണകളും കാണാം. ഇനി അടുത്താണ് ദ ഗവൺമെന്റ് ഹാസ് ഓൾസോ സ്റ്റെപ്ഡ് അപ്പ്. ഇവിടെ കണ്ടോ, സ്റ്റെപ്ഡ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തിപ്പെടുത്തി എന്നർത്ഥം. ശക്തിപ്പെടുത്തി. ഓക്കെ, അപ്പൊ ഹാസ് വന്നല്ലോ, എന്തായി? ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. എന്ത്? എഫേർട്സ്. എഫേർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രമങ്ങൾ. അപ്പൊ ഞാൻ ഇവിടുന്ന് അവിടെ വരെ വായിക്കുകയാണ്. അങ്ങനെ വരും. ദ ഗവൺമെന്റ് ഹാസ് ഓൾസോ സ്റ്റെപ്ഡ് അപ്പ് എഫേർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരും ശ്രമങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എന്നായി. അതാണ് ഗവൺമെന്റും ശ്രമങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. എന്തിന്? ടു അഡ്രസ് ദി ഇഷ്യൂ. ടു അഡ്രസ് ദി ഇഷ്യൂ. ഇവിടെ അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലാസം എന്നുള്ള അർത്ഥം അല്ല എന്ന് പറയാണ്. അഡ്രസ്സിന് ശേഷം ഇഷ്യൂ, നമുക്കറിയാം ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പ്രശ്നം ആണല്ലോ. അഡ്രസ്സിന് ശേഷം ഇഷ്യൂ വരികയാണെങ്കിൽ അവിടെ അഡ്രസ്സിൻ്റെ അർത്ഥമാണ് പരിഹരിക്കുക. ഓക്കെ, അപ്പോൾ എന്തായി? അഡ്രസ് ദി ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പ്രശ്നം പരിഹരിക്കുക എന്നാണ്. അപ്പോൾ ടു വന്നുകൊണ്ടായി പ്രശ്നം പരിഹരിക്കാൻ ഗവൺമെന്റും ശ്രമങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ടായി. ഇനി അത് മാത്രമല്ല, അതിന് മാത്രമല്ല, എന്തൊക്കെയാണ്? ആൻഡ് അതുപോലെ തന്നെ കോൾഡ് ഫോർ. കോൾ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യപ്പെടുക എന്നാണ്. അപ്പം അതിൻ്റെ പാസ്റ്റല്ലേ കോൾഡ് ഫോർ, ആവശ്യപ്പെട്ടു. കോൾ എന്ന് പറയുന്ന വേർഡിന് ശേഷം ഫോർ വരികയാണെങ്കിൽ ഇതിനർത്ഥം ഇങ്ങനെയാണ്. ഇതൊരു പ്രത്യേക പ്രയോഗമാണ്. എന്താണ്? കോൾ ഫോർ, ആവശ്യപ്പെടുക. അതുപോലെ തന്നെ കോൾഡ് ഫോർ, ആവശ്യപ്പെട്ടു. എന്തെന്നറിയോ? ഇമ്മീഡിയേറ്റ് ആക്ഷൻ, അടിയന്തര നടപടി എന്നായി. എന്നാണ് അടിയന്തര നടപടി. അല്ല സാറേ, ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള ആക്ഷൻ, പ്രവൃത്തി. പെട്ടെന്നുള്ള പ്രവൃത്തി എന്നല്ല. അതെ, ഇതിന് സിമ്പിൾ മീനിങ് ആണ് പെട്ടെന്നുള്ള പ്രവൃത്തി. പക്ഷേ ഇതൊരു പൊളിറ്റിക്കൽ ന്യൂസ് അല്ലേ, അപ്പം അത് ആ ഒരു ലെവലിൽ ചിന്തിക്കണം. ഓക്കെ, അപ്പം അടിയന്തരമായ നടപടി എന്നായി. ഒരു അടിയന്തര നടപടി ആവശ്യപ്പെട്ടു എന്നായി. ആര്? ഗവൺമെൻറ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഹൗ എവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ അർത്ഥം. എന്നാൽ അല്ലെങ്കിൽ എന്നാലും എന്നൊക്കെ അർത്ഥം. ഓക്കെ, ഹൗ എവർ എന്നാൽ ദ മൂവ്. ഇവിടെ ഉണ്ടോ? ദ മൂവ്. ഇവിടെ മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈമലും കാൽമലും തേക്കുന്ന ആ മൂവ് അല്ല. ഇവിടെ മൂവ് എന്ന് പറഞ്ഞാൽ നീക്കം എന്നാണ്. നീക്കം, വിലകൾ കുറക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ഒരുപാട് പദ്ധതികൾ അല്ലേ, ആ നീക്കം. ഓക്കെ, അപ്പം ആ നീക്കം ഹാസ് റേസ്ഡ് എന്ന് പറഞ്ഞാൽ ഉയർത്തിയിട്ടുണ്ട് എന്നാണ്. അവൻ നീക്കം ഉയർത്തിയിട്ടുണ്ട്. എന്തെന്നറിയോ? കൺസേൺസ്, ആശങ്കകൾ. ആ നീക്കം ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. എമംഗ് എക്സ്പേർട്സ്. എമംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയിൽ നിന്നാണ്. ആർക്കിടയിൽ? എക്സ്പേർട്സ്, വിദഗ്ധർക്കിടയിൽ. അപ്പോൾ വിദഗ്ധർക്കിടയിൽ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. ആരുടെ? ആ ഗവൺമെൻറ്, സർക്കാരിൻ്റെ നീക്കങ്ങൾ. പിന്നെ ഇനി അടുത്താണ് ഹു. ഹു നമുക്കറിയാം, സെൻറ്റൻസിൻ്റെ ഉള്ളിൽ ഹു വരുമ്പോൾ ഒരു പ്രത്യേക മീനിങ് ആണ് അല്ലേ. ഇതിനു വേണ്ടി ഞാൻ ഒരു സ്പെഷ്യൽ, ഒരു പ്രത്യേക വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ മക്കളെ നിർബന്ധമായിട്ടും കാണാം. ഓക്കെ, അപ്പോൾ ഒന്ന് പറയാം. വേണ്ടോളി, ഇനി നമ്മൾ എക്സ്പേർട്സ്, വിദഗ്ധരെ കുറിച്ച് പറയുകയാണ്. എങ്ങനെയുള്ള വിദഗ്ധർ എന്നറിയാതെ ഹൂ ഹാവ് അർജ്ഡ്. അർജ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായി അഭ്യർത്ഥിച്ചു എന്നാണ് അല്ലേ. അപ്പോൾ ഹൂ എന്നല്ലോ, അപ്പം എന്താ ആ ചൂ എന്നുള്ള ചാനാക്കണം. ശക്തമായി അഭ്യർത്ഥിച്ച വിദഗ്ധർക്കിടയിൽ നിന്നായി ആണല്ലോ. ആരോട്? ദി അതോറിറ്റീസ്. അതോറിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരികൾ എന്നാണ്. അപ്പം എന്താ? അധികാരികളോട് ശക്തമായി അഭ്യർത്ഥിച്ച വിദഗ്ധർക്കിടയിലാണ് ആശങ്കകൾ ഉയർന്നു വന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. ഇനി ഞാൻ പറയാണ്, എന്ത് കണ്ടോ? ശക്തമായി അഭ്യർത്ഥിച്ചു. എന്തിനു വേണ്ടി? അതും കൂടി കണ്ടോ. ടു മോണിറ്റർ. മോണിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരീക്ഷിക്കുക എന്നാണ്. അപ്പോൾ ടു എന്നല്ലോ, ടു മോണിറ്റർ, നിരീക്ഷിക്കാൻ. എന്ത്? സിറ്റുവേഷൻ, സാഹചര്യം, ക്ലോസ്ലി, ശ്രദ്ധയോടെ അല്ലെങ്കിൽ സൂക്ഷ്മയോടെ എന്നായി. അപ്പോൾ ഏകദേശം മീനിങ് വന്നു. എന്താണ്? സാഹചര്യം സൂക്ഷ്മയോടെ നിരീക്ഷിക്കാൻ വേണ്ടി അധികാരികളോട് ശക്തമായി അഭ്യർത്ഥിച്ച വിദഗ്ധർക്കിടയിലാണ് ഈ ആശങ്കകൾ ഉയർന്നു വന്നത്. സർക്കാരിൻ്റെ നീക്കമുണ്ടോ? അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി നടത്താം.
അപ്പോൾ ഇനി നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാര്യം ചെയ്യാം, ഇത് കുറച്ച് അഡ്വാൻസ്ഡ് പാരഗ്രാഫ് ആയതുകൊണ്ട് ഒരു തവണ 2 തവണ കണ്ടുകൊണ്ട് ഒരു കാര്യമില്ല മക്കളെ. ഒരു 5-6 തവണയെങ്കിലും ശരിക്കും കാണാം. ശരിക്കും കണ്ടിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് എന്നിട്ട് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യുക, അത് ശരിക്കും നിങ്ങൾ വായിച്ചർത്ഥം വെക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. സ്ക്രീൻഷോട്ട് എടുത്താൽ മാത്രം പോരാ, എന്താണ്, നിങ്ങൾ സ്വയം ഒന്ന് വായിച്ചിട്ട് അർത്ഥം വെച്ച് നോക്കുക. കിട്ടുന്നുണ്ടോ? ഇല്ല. കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീഡിയോ കാണുക. 2, 3, 4, 5 ഒരു 5-6 തവണ കണ്ടു നോക്കൂ. ഇതിൻ്റെ മീനിങ് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലെവൽ മാറി എന്നർത്ഥം. നിങ്ങളുടെ ഇംഗ്ലീഷ് ലെവൽ മാറി. ഓക്കെ, താങ്ക് യു എവരിവൺ.